ബഹുമാന്യനായ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ നിഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കബീർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും വനിതാ കോൺഗ്രസിന്റെയും സഹോദരി സഹോദരന്മാരെ, അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ, ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, ഇത് രാഷ്ട്രീയം നോക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് കരിയന്നൂരിലെ മുഴുവൻ ജനങ്ങളും അവരുടെ പരാതികളുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചത്. നമുക്കറിയാം, സാധാരണ ജനപ്രതിനിധികൾ ജനങ്ങൾ പറയുന്നത് കേട്ട് അതിന് നല്ല മറുപടി കൊടുത്തുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു വിടേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ കാണിച്ചത് അവരുടെ പാർട്ടിയുടെ ധാർഷ്ട്യം തന്നെയാണ് ഈ പ്രദേശത്തെ ജനങ്ങളോടും കാണിച്ചത്. അവരോടൊപ്പം ഈ പ്രദേശത്തെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ചെന്ന് പറഞ്ഞ ഒരു പരാതി ഇന്ന് ശ്രീ എൻ കെ കബീറിനെതിരെ, കബീർ ഒരു ഗുണ്ട സംഘത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ചെന്നു എന്ന വ്യാജ പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിക്കൊണ്ട് ശ്രീ കബീറിനെതിരെയും അതുപോലെ തന്നെ കരിയന്നൂരിലെ 10ഓളം വരുന്ന നാട്ടുകാർക്കെതിരെയും ഒരു പരാതി കൊടുത്ത് കേസെടുപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഒരുപക്ഷെ കേസെടുപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരും. പക്ഷെ അങ്ങനെ കേസെടുത്താൽ നേരത്തെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഈ പോലീസ് സ്റ്റേഷൻ മതിയാവില്ല കോൺഗ്രസ് പ്രവർത്തകരെയും കരിയന്നൂർ നാട്ടുകാരെയും ഉൾക്കൊള്ളാൻ. അതിന് വേറെയും പോലീസ് സ്റ്റേഷനുകൾ വേണ്ടി വരും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം സാധാരണ എല്ലാ ജനങ്ങളും, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രത്യേകത ഞാൻ കേട്ടത്, പരാതിയുമായി ചെന്നാൽ അദ്ദേഹം പരാതിക്കാരുണ്ട്, പരാതി ഇല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നത്. സാധാരണ എല്ലാ സർക്കാർ ഓഫീസുകളും ഉദ്യോഗസ്ഥന്മാരായാലും ജനപ്രതിനിധികളായാലും രേഖാമൂലം ഒരു പരാതി തരും, നിങ്ങൾ പരാതി എഴുതി തന്നാൽ അതിന്റെ മുകളിൽ നമുക്ക് ആക്ഷൻ എടുക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ നമുക്കറിയാം, 2 മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അതുകൊണ്ട് മീനാശരമോനും സിജി ജോണും അവരൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നതാ. ഇവരാരും ഇങ്ങനെയല്ല ജനങ്ങളോട് പെരുമാറിയത്. ജനങ്ങൾ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും വളരെ സൗമ്യമായി അവരെ പറഞ്ഞ് പഞ്ചായത്തിന്റെ കുറ്റങ്ങളും കുറവുകളാണെങ്കിലും പഞ്ചായത്തിൽ ചെയ്യാൻ കഴിയാത്താണെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല എന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇവരുടെ മെക്കെട്ട് കരുക അത് മൊബൈൽ കൂടെ പകർത്താൻ ശ്രമിച്ച സാധാരണ മാധ്യമ പ്രവർത്തകരാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പരാതി പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെന്നൈ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ സന്തോഷത്തോടു കൂട്ട് പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ചീന്തിയിട്ട് നിന്ന് കൊടുക്കും. ഇവിടെ സാധാരണ കരിയന്നൂരിലെ ഒരാള് ഈ സംഭവം ഒന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ മൊബൈല് തട്ടിപ്പറിച്ച് അത് പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കൊണ്ടുവച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞപ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ടി വന്നതും ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു ഒരവസ്ഥ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയതാണ്. അത്തരം സംഭവങ്ങളുമായി ജനങ്ങളുടെ മുഴുവൻ മെക്കെട്ട് കയറുന്ന അദ്ദേഹത്തിന്റെ വിവരക്കേടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവരമുള്ള ജനപ്രതിനിധികളാണെങ്കിൽ ഇങ്ങനെയല്ല പെരുമാറുക. നല്ല ജനങ്ങളെ കയ്യിലെടുക്കാൻ എത്രയോ മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇത്തരം ധാർഷ്ട്യത്തോടുകൂടി. അദ്ദേഹം പിണറായി വിജയന് പഠിക്കുകയാണെന്ന് പിണറായി വിജയൻ പറയുന്നത്. പിണറായി വിജയൻ വരുന്ന ഭാഗത്ത് നിന്ന് മുഴുവൻ ആളുകൾ മാറി നിൽക്കണം, അദ്ദേഹത്തിന് വേണ്ടത്ര സ്വാതന്ത്ര്യം, അദ്ദേഹം പറയുന്നത് മാത്രം ശരി, അദ്ദേഹം പറയുന്നത് കൈയടിക്കുക എന്ന് മാത്രം. അതുപോലെ എരുമപ്പെട്ടി പഞ്ചായത്തിൽ നടക്കുമെന്നാണ് വിചാരമെങ്കിൽ ഇവിടെ ശക്തമായ പ്രതിപക്ഷവുമുണ്ട്. അതുപോലെ തന്നെ അവരെ എതിർക്കാൻ, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഉള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനുള്ള പാർട്ടിയുമുണ്ട്. അതിന് കോൺഗ്രസ് നേതൃത്വം നൽകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ടും കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഈ സമര പരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും കുന്നംകുളം UDF കമ്മിറ്റിയുടെ അർപ്പിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.